BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന സീപ്ലെയിൻ പദ്ധതി എതിർക്കുമെന്ന് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി. 2013 മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ച പദ്ധതി മത്സ്യത്തൊഴിലാളി സംഘടനകളിലെ ഒരാളുമായും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി നടപ്പാക്കുകയാണെന്നും സംഘടന ആരോപിച്ചു. ജനാധിപത്യ വിരുദ്ധമായ നടപടിക്കെതിരെ പ്രതിഷേധിക്കുമെന്നും TUCA സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജും സംസ്ഥാന സെക്രട്ടറി NA ജെയിനും അറിയിച്ചു. നവംബർ 17 രാവിലെ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ ചേരുന്ന മത്സ്യബന്ധന സംഘടനകളുടെ യോഗം സീപ്ലെയിൻ പദ്ധതിക്കെതിരെ പരിപാടികൾക്ക് രൂപം നൽകും. മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന ബോൾഗാട്ടി, അഷ്ടമുടി, പുന്നമട, ചന്ദ്രഗിരി തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് സീപ്ലെയിൻ പ്രവർത്തിക്കുകയെന്നും സംഘടന പറയുന്നു. വിസ്തൃതമായ ഇതിന്റെ വാട്ടർ ഡൊമിനിക്കിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടും. നിലവിൽ തന്നെ പ്രതിസന്ധിയിലായ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന അവകാശത്തെ കൂടുതൽ ഹനിക്കുമെന്ന നടപടിയാണിത്. ബ്ലൂ ഇക്കണോമി, പുനർഗേഹം, തീരദേശ ഹൈവേ തുടങ്ങിയ പദ്ധതികളുടെ ഫലമായി കുടിയിറക്കപ്പെടുന്ന മത്സ്യമേഖലയ്ക്കുള്ള ഇരട്ട പ്രഹരം കൂടിയാണ് സീപ്ലെയിൻ പദ്ധതിയെന്നും TUCA ആരോപിച്ചു. മതസൗഹാർദ്ദ അന്തരീക്ഷത്തിന് കോട്ടം വരുത്താതെ മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സമുദായ സംഘടനകളും സമരപ്പന്തൽ സന്ദർശിച്ച് ഐക്യദാർഢ്യം അറിയിച്ചു. 10 സെക്കൻഡിൽ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമെന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തെ സമുദായങ്ങൾ തമ്മിലുള്ള തർക്കമാക്കി വളർത്താൻ അനുവദിച്ചാൽ അത് സമരത്തിന്റെ ഉദ്ദേശ്യശുദ്ധിയെ ബാധിക്കുമെന്നും ഭൂസംരക്ഷണ സമിതിയുടെ സമരപ്പന്തലിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ജനിച്ച മണ്ണിന്റെ അവകാശത്തിന് വേണ്ടി മുനമ്പത്ത് സാധാരണക്കാർ നടത്തുന്ന സമരത്തിന് നേതൃത്വം നൽകുന്ന പുരോഹിതരെ വർഗീയവാദികളായി ചിത്രീകരിച്ച മന്ത്രി അബ്ദുറഹ്മാനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നും BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടു. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് വാദിക്കുന്നത് ഈ മന്ത്രി മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം കടപ്പുറം നിവാസികളുടെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേഗത്തിൽ നടപടികൾ വേണമെന്നും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. ഭൂമി വഖഫ് ഭൂമിയാണെന്ന വഖഫ് ബോർഡിന്റെ അവകാശവാദം ഉപേക്ഷിക്കുകയും താമസക്കാർക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകുകയും വേണം. പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമാണ് വേണ്ടത്. അതിരൂപത സഹായ മെത്രാൻ ഡോക്ടർ ആന്റണി വാലങ്കൽ, പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയും KLCA സംസ്ഥാന പ്രസിഡന്റുമായ ഷെറി ജെ തോമസ്, പബ്ലിക് റിലേഷൻ ഡയറക്ടർ ഫാദർ യേശുദാസ് പഴമ്പിള്ളി എന്നിവരാണ് കത്ത് കൈമാറിയത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ഡിക്കിയിലിരുന്ന് മറ്റൊരു കാറിന്റെ റീൽസ് ഷൂട്ട് ചെയ്യുകയായിരുന്ന സംഘം ചെന്നുപെട്ടത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മുൻപിൽ. കാർ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 4000 രൂപ പിഴയും ചുമത്തി. റീൽസ് ഷൂട്ട് ചെയ്യുന്ന കാറിന്റെ ഫോട്ടോ MVA പകർത്തിയപ്പോൾ സമീപത്ത് ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥി ബൈക്ക് ഓടിക്കുന്ന ദൃശ്യവും പതിഞ്ഞു. ലേണേഴ്സ് ലൈസൻസ് ഇല്ലാത്തയാളെ പഠിപ്പിക്കുന്നതിന് ബൈക്കിന് പിന്നിലിരുന്ന വിദ്യാർത്ഥിക്ക് 10,000 രൂപയും പിഴ ചുമത്തി. കോളേജ് വിദ്യാർത്ഥി രാഹുലിനാണ് പിഴ ചുമത്തിയത്. സീപോർട്ട് എയർപോർട്ട് റോഡിനോട് ചേർന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപമായിരുന്നു 2 സംഭവങ്ങളും. ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ VI അസീമാണ് നടപടിയെടുത്തത്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ഡിക്കിക്ക് ഉള്ളിലിരുന്നാണ് പിന്നാലെ വരുന്ന കാറിന്റെ ദൃശ്യം വീഡിയോയിൽ പകർത്തിയത്. കാർ ഓടിച്ചിരുന്ന വാഴക്കുളം സ്വദേശി ശ്രീജേഷിന്റെ ലൈസൻസാണ് 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. കാർ വിൽക്കുന്നതിന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനായിരുന്നു റീൽസ് ഷൂട്ട് ചെയ്തത്. അരുക്കുറ്റി അരൂർ പാലം ഇരുട്ടിൽ. രാത്രിയിലും ഏറെ വാഹനത്തിരക്കുള്ള പാലത്തിൽ ലൈറ്റുകൾ തെളിയാത്തത് മൂലം അപകടങ്ങളും പതിവായി. ഉയരപാത നിർമ്മാണം മൂലം പലപ്പോഴും വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതും അരുക്കുറ്റി പാലം വഴിയാണ്. പാലത്തിൽ വിളക്കുകാലികളിൽ പരസ്യ ബോർഡുകൾ നാട്ടിയിട്ടുണ്ട്. പരസ്യ കമ്പനിയാണ് വൈദ്യുതി ചാർജ് അടയ്ക്കേണ്ടത്. വൈദ്യുതി ചാർജ് അടയ്ക്കാതെ വന്നതാണ് പാലം ഇരുട്ടിലാകാൻ കാരണം. ഇരുളിന്റെ മറവിൽ പാലത്തിന്റെ ഫുട്പാത്തിൽ മാലിന്യവും തള്ളുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അറവുശാലയിലെ മാലിന്യമാണ് ഇവിടെ തള്ളിയത്. ഇതുമൂലം പാലത്തിൽ തെരുവു നായ്ക്കളും തടിച്ചുകൂടുകയാണ്. പുലർച്ചെ പാലത്തിലൂടെ പ്രഭാത സവാരിക്കിറങ്ങിയ നായ്ക്കൾ കൂട്ടം കൂടി ആക്രമിക്കാൻ ശ്രമിച്ച സംഭവവും ഉണ്ടായി. പാലത്തിൽ വിളക്കുകൾ തെളിയിക്കാൻ അരൂർ ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. സ്വകാര്യ ബാങ്കിന്റെ പേരിൽ വ്യാജ NOC തയ്യാറാക്കി 20 വാഹനങ്ങൾ മറിച്ചുവിറ്റ് 2.5 കോടി രൂപ തട്ടിയ പ്രതി അറസ്റ്റിൽ. ബാങ്കിന്റെ പാലാരിവട്ടം ബ്രാഞ്ചിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി നോക്കിയിരുന്ന മുംബൈയിൽ താമസക്കാരനായ ഇടുക്കി ഉടുമ്പൻചോല മുണ്ടക്കൽ സൗജി മാത്യു ആണ് പാലാരിവട്ടം പോലീസിന്റെ പിടിയിലായത്. മുംബൈയിലെ കല്യാണിൽ നിന്നാണ് പ്രതിയെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കാർ വാങ്ങിയ ശേഷം തിരിച്ചടവ് മുടങ്ങിയ ഉപയോക്താക്കളെയാണ് സൗജി കബളിപ്പിച്ചത്. തട്ടിയെടുത്ത വാഹനങ്ങളുടെ വ്യാജ NOC RT ഓഫീസിൽ നൽകി ഈ വാഹനങ്ങൾ പുതിയ
പുതിയ ഉടമകൾക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയതാണ് പോലീസ് കണ്ടെത്തി. ബാങ്കിന്റെ ഫോളോഗ്രാം പതിച്ച NOC ആണ് പ്രതി തയ്യാറാക്കിയത്. ബാങ്കിന് വായ്പാ കുടിശ്ശിക വരുത്തിയ 56 വാഹനങ്ങളുടെ വ്യാജ NOC ഇയാൾ തയ്യാറാക്കി സൂക്ഷിച്ചിരുന്നതായും വാഹനങ്ങൾ മറച്ചു വിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഒഡീഷയിലെ കഞ്ചാവ് മൊത്ത കച്ചവട സംഘം കളമശ്ശേരിയിൽ പിടിയിലായി. 7-അംഗ സംഘമാണ് വൻ കഞ്ചാവ് ശേഖരവുമായി പിടിയിലായത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന 7 ട്രോളി ബാഗുകളിൽ നിന്നായി 57 കിലോഗ്രാം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. ജില്ലാ ഡാൻസ് ഓഫ് ടീമാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവരെ കീഴ്പ്പെടുത്തിയത്. ഒഡീഷയിലെ കഞ്ചാവ് മാഫിയ അംഗമായ സുധീറ ബത്രയും സംഘാംഗങ്ങളുമാണ് പിടിയിലായത്. ട്രോളി ബാഗുകളിൽ പ്ലാസ്റ്റിക് പൊതികളിൽ നിറച്ച രീതിയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഓരോ ട്രോളി ബാഗിലും 5 മുതൽ 7 വരെ പൊതികളാണ് ഉണ്ടായിരുന്നത്. നീല, പച്ച, കറുപ്പ് തുടങ്ങിയ നിറങ്ങളിലുള്ള ട്രോളി ബാഗുകളിലാണ് ഇവർ കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതികളെ വൈകാതെ കോടതിയിൽ ഹാജരാക്കും. ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.